ശ്രീവിഘ്നരാജം ഭജേ ശ്രീവിഘ്നരാജം ഭജേ ശ്രീവിഘ്നരാജം ഭജേ. സംപൂജ്യനായ അധ്യക്ഷനും ആരാധ്യരായ ഭാരവാഹികൾക്കും ഈ സദസ്സിൽ നിറഞ്ഞിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി വിനീത പ്രണാമമർപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ നമസ്കാരം. കൗരവസഭയിൽ ശ്രീകൃഷ്ണൻ വന്ന് ശ്രീകൃഷ്ണനെ കയറുകൊണ്ട് കെട്ടാൻ മുമ്പോട്ട് വന്ന ദുര്യോധനൻ്റെ ആ പ്രവൃത്തി കണ്ട് എന്നെ നിനക്ക് കീഴടക്കാൻ സാധ്യമല്ല എന്ന് ബോധ്യപ്പെടുത്തി വിശ്വരൂപം കാണിച്ചു കൊടുത്ത ആ ശ്രീകൃഷ്ണനെ നോക്കിക്കൊണ്ട് വിതുരൻ സദസ്സിൽ കയ്യും കൂപ്പി നിൽക്കുകയായിരുന്നു. കൃഷ്ണ, അവിടുത്തെ രൂപം, അവിടുത്തെ ചൈതന്യം, അവിടുത്തെ ശക്തി, അതിൻ്റെ എല്ലാം മുമ്പിൽ അടിയൻ വിതുരൻ കൈകൂപ്പി നിൽക്കുകയാണ് എന്നായിരുന്നു വിതുരൻ കൃഷ്ണനെ അറിയിച്ചത്. അതുപോലെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് സന്തോഷമാണോ, സംതൃപ്തിയാണോ, ചാരിതാർത്ഥ്യമാണോ, ആഹ്ലാദമാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു കാര്യത്തിൽ ഹൃദയം നിറഞ്ഞുകൊണ്ട് ഒരനുഭൂതി തോന്നുന്നു. എൻ്റെയും നിങ്ങളുടെയും ഭാരതം തിരിച്ചു വരും. നമ്മുടെ പരമപവിത്രമായ ഭാരതഭൂമി വൈഭവ സമൃദ്ധമായി തിരിച്ചു വരാതിരിക്കില്ല. ആ രാഷ്ട്രത്തെ ഉത്തേജിപ്പിക്കാൻ, നമ്മുടെ ഭാരതത്തെ ഉത്തേജിപ്പിക്കാൻ ലളിതാ സഹസ്രനാമത്തിലെ 3 വാക്കുകൾ, ആ 3 വാക്കുകൾ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണ്യൈ നമഃ. അവസാനത്തെ കളയ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. അതുണ്ടെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും പരമപവിത്രമായ രാഷ്ട്രം ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ള രാഷ്ട്രം, 950 വർഷം വിദേശാക്രമണത്തിൽ കിടന്നിട്ടും മരിക്കാത്ത രാഷ്ട്രം, എല്ലാ വിധത്തിലും അടിച്ച് തകർത്ത് തരിപ്പണമാക്കാൻ പാകത്തിനുള്ള ആന്തരികവും ബാഹ്യവുമായ ആക്രമണങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും വിധേയമായിട്ടും ഈ രാഷ്ട്രം മരിച്ചില്ല.
ഈ രാഷ്ട്രം നശിച്ചില്ല, അത് മരിക്കുകയുമില്ല. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർ ഭവതി ഭാരത. ബാക്കി ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ ധരിക്കുകയാണ്. ധർമ്മ സംസ്ഥാപനാർത്ഥായ, ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ ഈ തം ദേവനിർമ്മിതം ദേശം, ഈശ്വരനാൽ നിർമ്മിക്കപ്പെട്ട ഈ ദേശത്തില് കാലാകാലങ്ങളിൽ ജനതതിയുടെ ഉജ്ജ്വലമായ ചൈതന്യം ആവാഹിക്കപ്പെടും. അത് വളരണം, ഉയരണം. ലോകത്തിലെ ഒരു നെഗറ്റീവും നമ്മളെ ബാധിക്കരുത്, ഭാരതത്തെ ബാധിക്കില്ല. ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കണ്ടിൽ വധിക്കപ്പെട്ടപ്പോൾ, ഇന്ദിരാഗാന്ധി വെടിയേറ്റ് വീണപ്പോൾ, രാജീവ് ഗാന്ധി ഇവിടെ മരിച്ചു വീണപ്പോൾ ലോക ജനത വിചാരിച്ചു ഭാരതം തകരുമെന്ന്. ഒന്നും ഭാരതത്തിന് സംഭവിച്ചില്ല. അതാണ് ഭാരതം. പരമപവിത്രമായ ഭാരതത്തില് ആത്മീയ ശക്തി ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. പരമപവിത്രമായ ഭാരതത്തിൻ്റെ ആധുനിക ശാസ്ത്രശക്തി ലോകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഭാരതം ലോകത്തിൻ്റെ മുമ്പിൽ ഒരു അസാധാരണ രാഷ്ട്രമാണ്. അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ബുഷ് ചൈനീസ് പ്രീമിയർ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞത്, അമേരിക്കൻ യുവാക്കളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, ഭാരതത്തിലെ യുവാക്കളെ കണ്ടു പഠിക്കണമെന്ന്. ഒരമേരിക്കൻ പ്രസിഡന്റും ഇന്നുവരെ അത് പറഞ്ഞിട്ടില്ല. ഭാരതത്തിലെ യുവാക്കളെ കണ്ട് അമേരിക്കൻ യുവാക്കൾ പഠിക്കണമെന്ന് പറയുക. ടോണി ബ്ലെയർ പാർലമെന്റിൽ സംസാരിക്കാൻ പോകുന്നതിന് മുമ്പ് സ്വാമിനാരായണ ക്ഷേത്രത്തിൽ ചെന്ന് മഹാവിഷ്ണുവിന് പാലഭിഷേകം നടത്തി 3 പ്രദക്ഷിണം വെച്ച് പൂജാരി കയ്യിൽ കെട്ടിക്കൊടുത്ത ചുമന്ന ചരട് കെട്ടി പാർലമെന്റിൽ ചെന്ന് വാദിച്ച് ഫുൾ സ്ലീവ് ഷർട്ടിൻ്റെ ഇവിടെയുള്ള ബട്ടൺസ് പൊട്ടിപ്പോയി ഷർട്ടിൻ്റെ തല താഴത്തേക്ക് വന്നപ്പോൾ പൂജാരി കെട്ടിക്കൊടുത്ത ചരട് കണ്ട് വാഷിംഗ്ടൺ പോസ്റ്റും ന്യൂയോർക്ക് ടൈംസും ബ്രിട്ടീഷ് ജേണലും തുടങ്ങിയ പത്രങ്ങൾ എഴുതി, എ ഹിന്ദു ത്രെഡ് ഫോർ പ്രൊട്ടക്ടിങ് ബ്ലെയർ ഇൻ ദ പാർലമെന്റ്. ഹിന്ദുക്കളുടെ ഒരു ചരട് ബ്ലെയറെ, ടോണി ബ്ലെയറെ പാർലമെന്റിൽ സംരക്ഷിക്കാൻ എന്ന് ഈ ചരടിൽ വട്ടം കൊടുത്തിട്ട് വലിയൊരു ചിത്രം എല്ലാ പത്രങ്ങളിലും. ലോകം മാറുന്നു. വേദനിക്കാനും ദുഃഖിക്കാനും ഒന്നും നമുക്കില്ല. നമുക്കൊരിക്കലും കരയാനൊന്നും നേരെയില്ല. നമുക്ക് മൊബൈൽ ഫോൺ വന്നിട്ടുണ്ടെങ്കിൽ ആ മൊബൈൽ ഫോണിലൂടെ രാമായണം അയക്കുക. ടി വി വന്നിട്ടുണ്ടെങ്കിൽ ടി വിയെ ശപിക്കുകയല്ല, മഹാഭാരതവും രാമായണവും ടി വിയിലൂടെ കാണിക്കാം. എന്താണോ ലോകം കമ്പോളമായിട്ടുണ്ടെങ്കിൽ ഭാരതത്തിലെ സർവ അറിവുകളും ആ കമ്പോളത്തിലൂടെ മറ്റുള്ളവർക്ക് എത്തിക്കുക. ലോകത്തിൽ എന്ത് നെഗറ്റീവ് ഉണ്ടെങ്കിലും അതിനെ കുത്തിമറിച്ച് തിരിച്ചിട്ട് അതിൻ്റെ പോസിറ്റീവ് എടുക്കാൻ ശ്രമിക്കുക. എന്നും ഓർമ്മിക്കുക, ഈ രാമായണം എന്ന അത്യുജ്വലമായ ഗ്രന്ഥമുണ്ടായത് വാൽമീകി കാരണമല്ല, രാമൻ കാരണമല്ല, ഭരതനല്ല, കൈകേയിയല്ല, മന്ദര എന്ന അമ്മച്ചിയാണ്. ആ മന്ദര ഇല്ലായിരുന്നു എങ്കിൽ രാമായണമില്ല. ശകുനി കള്ളച്ചൂത് കളിച്ചില്ലായിരുന്നു എങ്കിൽ 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതമില്ല. അതുകൊണ്ട് ഭാരതത്തില്
മന്ദരമാരുണ്ടാകണം, ശകുനിമാരുണ്ടാകണം. അതിനെ അതിജീവിച്ച് ഭാരതത്തിൽ രാമായണമുണ്ടാകും, മഹാഭാരതമുണ്ടാകും. മന്ദര കൂടി വന്ന 65 വയസ്സുവരെ ജീവിക്കും. ഇഞ്ചക്ഷൻ എടുത്താൽ 75 വയസ്സുവരെ. ശകുനി കൂടി വന്ന 93 വയസ്സുവരെ. രാമായണം ത്രേതായുഗത്തിൽ നിന്ന് ദ്വാപരയുഗത്തിൽ കടന്ന് കലിയുഗം കടന്ന് ഇനിയും വരും അടുത്ത കൃതയുഗത്തിലേക്ക്. മഹാഭാരതവും ദ്വാപരയുഗം കടന്ന് കലിയുഗത്തിൽ 5106 വർഷങ്ങൾ കടന്ന് ഇനിയും അപ്പുറത്തേക്ക് പോകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ലോകത്തിൽ നടക്കുന്ന നെഗറ്റീവുകൾ മുഴുവനും ചിരിച്ചുകൊണ്ട് പോസിറ്റീവാക്കി മാറ്റുക. നമ്മുടെ ചൈതന്യത്തെ ലോക ജനതയ്ക്ക് എത്തിക്കാനുള്ള നല്ല ഉജ്ജ്വലമായ വസ്തുതകളാക്കി മാറ്റുക. സാധിക്കും. ഭാരതീയന് മാത്രമേ അത് സാധിക്കുള്ളൂ, മറ്റാർക്കും അത് സാധിക്കില്ല. യഥാർത്ഥത്തിൽ ഒരു രാവണൻ ഇല്ലായിരുന്നു എങ്കിൽ ശ്രീരാമൻ വരേണ്ട ആവശ്യമേ ഇല്ല. ഒരു കംസൻ ഇല്ലായിരുന്നു എങ്കിൽ ശ്രീകൃഷ്ണൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും? ചുമ്മാ തിരിച്ചു പോവേണ്ടി വരും. അത് കാരണം അങ്ങേര് വരികയില്ല. അതുകൊണ്ട് രാവണന്മാരും കംസന്മാരും ദുര്യോധനന്മാരും അതെല്ലാം വേണം. അത് കണ്ട് തളരുന്ന നമ്മൾ ഉണ്ടാകരുത്. ഭാരതത്തിൽ ആരും തളർന്നിട്ടില്ല. തളർന്നിരുന്നു എങ്കിൽ ഭാരതം ഇന്ന് ഇതുപോലെ നിൽക്കുമായിരുന്നില്ല. എന്തുകൊണ്ട് നിന്നു? ഭാരതത്തിൻ്റെ പ്രത്യേകത ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഈ നാടിൻ്റെ രക്തത്തിൻ്റെ ഭാഗമാണ്. ഓർമ്മിക്കണം. ഇന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഹാള് വിട്ട് പുറത്തു പോകുമ്പോൾ ഒരു 15 പോയിന്റ് നിങ്ങൾ ഓർക്കണം. എല്ലാം കേട്ട് തിരിച്ചു പോയാൽ പോരാ. ഹിയറിംഗ് ഈസ് നോട്ട് വാട്ട് ഈസ് എക്സ്പെക്റ്റഡ്. ലിസണിങ് നോട്ട് ലേണിംഗ് ബട്ട് അണ്ടർസ്റ്റാൻഡിങ്. നോട്ട് സീയിങ് ബട്ട് വാച്ചിങ്. ഇത് നമുക്ക് സാധിക്കണം. കുറച്ച് കാര്യങ്ങൾ ലളിതാ സഹസ്രനാമത്തെ പതുക്കെ ഒന്ന് സ്പർശിച്ചുകൊണ്ട് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റുകൾ. ഒന്നാമത്തെ പോയിന്റ്, ഈശ്വരൻ എന്താണ്? എന്താണ് ഈശ്വരൻ? 2, ഭാരതത്തില് ലളിതാ പരമേശ്വരി ഉൾപ്പെടെ ഇത്രയും ഈശ്വര രൂപങ്ങൾ എങ്ങനെ ഉണ്ടായി? 3, എന്താണ് ഭക്തി? 4, എന്താണ് ആരാധന? 4 സബ്ജക്റ്റ്. ഇത് ഗഹനമാണ്. ചിലത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല. മനസ്സിലാകാത്തത് എന്തിനാ ഇവിടെ പറയുന്നത്? മനസ്സിലാകാത്തതുമുണ്ടെന്ന് മനസ്സിലാക്കാൻ, മനസ്സിലാകാത്തതും ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ചിലത് വിവരിക്കുന്നുണ്ടാവും. ഒന്നാമത്തെ പോയിന്റ്, ഈശ്വരൻ എന്താണ്? എന്തിനാ ഈശ്വരൻ എന്നുള്ളത്? മനുഷ്യനുണ്ടാക്കിയത് 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളുണ്ട്, 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളുണ്ട്, 80,000 തരത്തിലുള്ള വൃക്ഷങ്ങളുണ്ട്, 10 ലക്ഷം തരത്തിലുള്ള സൂക്ഷ്മജീവികളുണ്ട്. അതിൽ ഒരു മനുഷ്യന് മാത്രമാണ് ഈശ്വരൻ എന്ന ആ ചൈതന്യത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഭാഗവതത്തില് ഒരു വരി പറയാറുണ്ട്, സൃഷ്ട്വാ പുരാണി വിവിധാന്യജയാത്മശക്ത്യാ
വൃക്ഷാൻ സരീൻ സിരാൻ ഗഗ ദംശ ദംഷ്ട്ര മത്സ്യാൻ തിഷ്ടൈരതുഷ്ടഹൃദയ പുരുഷം വിധായ ബ്രഹ്മാവലോകധിഷണം മുദമാപദേവ. ഈ വരി നിങ്ങൾ പഠിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഭാരതീയ ചിന്താധാരയുടെ അടിസ്ഥാനം ആരംഭിക്കുന്നത് ഈ വിവരണത്തിൽ നിന്നാണ്. പുരാ പണ്ട് സൃഷ്ടിച്ചു. ആര്? ഈ പ്രപഞ്ച ചൈതന്യം. ബ്രഹ്മാണ്ഡജനന്യൈ നമഃ, ബ്രഹ്മാത്മൈക്യരൂപിണ്യൈ നമഃ. നിങ്ങൾ കേട്ട് കാണും എന്ന് ഞാൻ തെറ്റിദ്ധരിക്കുകയാണ്. ഏതായാലും ഈ ബ്രഹ്മത്തെ മുഴുവനും സൃഷ്ടിച്ച ആ ചൈതന്യം തീരുമാനിച്ചു അനവധി വൃക്ഷങ്ങളെ, ഇഴജന്തുക്കളെ, നീന്തുന്ന ജന്തുക്കളെ, കൊത്തുന്ന ജന്തുക്കളെ, വലിയ പശുക്കളെ, ഇതിനെല്ലാത്തിനെയും സൃഷ്ടിച്ചു ചൈതന്യം. ഡാർവിൻ്റെ തിയറി ആദ്യം വിവരിച്ചത് പതഞ്ജലി മഹർഷിയാണ്. ജാത്യന്തര പരിണാമ പ്രകൃത്യാപൂരാത്. ജീവജാലങ്ങളുടെ പരിണാമം പ്രകൃതി നിയമമാണ്. ജീവജാലങ്ങളുടെ പരിണാമം പ്രകൃതി നിയമമാണ് എന്ന് പതഞ്ജലി മഹർഷി പറഞ്ഞു. ഈ പ്രപഞ്ചം അതേ സിദ്ധാന്തത്തിലൂടെ ഓരോന്നിനെയും പരിണാമം ചെയ്ത് മത്സ്യ കൂർമ്മ വരാഹശ്ച നരസിംഹോദ വാമന രാമോ രാമശ്ച കൃഷ്ണ കൽക്കി ഇതി തേ ദശ. പരിണാമത്തിൻ്റെ 10 സ്റ്റെപ്പുകൾ. ആദ്യം ജീവൻ ജലത്തിലുണ്ടായി, മത്സ്യം. അത് പരിണമിച്ച് ജലത്തിലും കരയിലും വളരുന്ന ആംഫീബിയൻ, ആമയായി, കൂർമ്മം. 4 കാലിൽ നടക്കുന്ന വരാഹമായി പരിണമിച്ചു. അതിനുശേഷം പകുതി മനുഷ്യനും പകുതി മൃഗവുമായ നരസിംഹമായി മാറി. അതിനുശേഷം എസ്കിമോകളെ പോലെ കുള്ളനായ വാമനനായി മാറി. അതിനുശേഷം ആയുധമേന്തി നിയമങ്ങളില്ലാതെ സർവ്വതിനെയും കീഴടക്കാനുള്ള ശക്തി കൊണ്ടുള്ള ഒരു മനുഷ്യനായ പരശു ആയുധം, പരശുരാമനായി. അതിനുശേഷം രാജ്യത്തിന് അതിർത്തികൾ, രാജ്യത്തിന് പേര്, അധികാരിയായ രാജാവ്, രാജാവിൻ്റെ അധികാരം മക്കളിലേക്ക് മാറുന്ന ശ്രീരാമൻ്റെ ചരിത്രം. അതിനുശേഷം കലപ്പയേന്തി കൃഷി ചെയ്ത് ഭൂമിയിൽ വിളവ് സിസ്റ്റമാറ്റിക്കായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ മൂർത്തിമത് ഭാവമായ ബലരാമൻ കലപ്പയേന്തി നമ്മളുടെ മുമ്പിൽ അവതരിച്ചു. അതിനുശേഷം മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കാൻ, മറ്റുള്ളവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കാൻ, ഉജ്ജ്വലമായി സമൂഹത്തെ നയിക്കാൻ, ദേശവും കാലവും അനുസരിച്ച് ധർമ്മത്തിന് വ്യാഖ്യാനം നൽകാൻ, സത്യം, നീതി, ന്യായം, ധർമ്മം, അഹിംസ ഉത്തരവാദിത്വങ്ങളുടെ ചുമടുകളെ കുറിച്ച് വിവരിക്കാൻ കഴിവുള്ള ശ്രീകൃഷ്ണനായി പരിണമിച്ചു. അവിടെ നിന്നങ്ങോട്ട് അവനവൻ ഉൽപ്പാദിപ്പിച്ച ആയുധം കൊണ്ട് സ്വയം മരിക്കുന്ന കൽക്കിയായി മാറി. ഒരു ഉജ്ജ്വല പരിണാമ സിദ്ധാന്തം ദശാവതാരങ്ങളിലുണ്ടെന്ന് അതിപ്രഗത്ഭരായ, ഭാഗ്യത്തിന് ഇന്ത്യക്കാരല്ലാത്ത ശാസ്ത്രജ്ഞന്മാർ വിവരിക്കാൻ തുടങ്ങി. അർത്ഥം മനസ്സിലായല്ലോ ഇല്ലേ? ഇന്ത്യക്കാരല്ലാത്ത ശാസ്ത്രജ്ഞന്മാർ വിവരിക്കാൻ തുടങ്ങി.
ആ പരിണാമത്തിലൂടെ എത്തിയപ്പോൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിവുള്ള ഒരു ശക്തി വിശേഷമുള്ള മനുഷ്യനെ സൃഷ്ടിച്ചു ഈശ്വരൻ. അതിനകത്ത് പെടും ഞാനും നിങ്ങളും, അധ്യക്ഷനും സ്വാഗത പ്രസംഗം ചെയ്ത വ്യക്തിയും കേൾക്കാൻ വന്ന നമ്മളെല്ലാവരും. ആ മനുഷ്യൻ്റെ കാറ്റഗറിയിൽപ്പെട്ട നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. എന്താ ഏറ്റവും വലിയ പ്രശ്നം? ജന്മം ലഭിച്ച് എഴുന്നേറ്റ് നടക്കണമെങ്കിൽ 1.5-2 വർഷം കഴിയണം. മറ്റെല്ലാ മൃഗങ്ങളും ജനിച്ചു വലിയ താമസമില്ലാതെ എഴുന്നേറ്റ് നടക്കും, അല്ലെങ്കിൽ ഓടാൻ തുടങ്ങും. മനുഷ്യന് മാത്രം അങ്ങ് ജനിച്ചു വീണാൽ പിന്നെ നല്ല രാഷ്ട്രീയക്കാരൻ്റെ മകനാണെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ എണീക്കും, അല്ലെങ്കിൽ 1-1.5 വർഷം കഴിഞ്ഞിട്ടേ അവൻ എഴുന്നേൽക്കുള്ളൂ. അതുമാത്രമല്ല, കോഴിയാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് തീരും, പശുവാണെങ്കിലും ഇടയ്ക്ക് വെച്ച് തീരും, ആടാണെങ്കിലും ഇടയ്ക്ക് വെച്ച് തീരും. എല്ലാ മൃഗങ്ങളും ഇടയ്ക്ക് വെച്ച് ആരെങ്കിലും തിന്നാൻ ഉപയോഗിക്കും. ഈ ശരീരം മാത്രം ആരും ഉപയോഗിക്കില്ല. ഇത് മാത്രം ഒരൊറ്റ ആൾ ഉപയോഗിക്കില്ല. ഒന്നില്ലെങ്കിൽ ചാവുന്നത് വരെ കട്ടിലിൽ കിടക്കണം, അല്ലെങ്കിൽ മരിക്കുന്നത് വരെ കിടക്കണം. 2 ഓപ്ഷനാണ് നമുക്കുള്ളത്. ഒന്നില്ലെങ്കിൽ ചാവുന്നവരെ, അല്ലെങ്കിൽ മരിക്കുന്നത് വരെ. ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഒത്തിരി വ്യത്യാസമുണ്ട്. എന്താ കാരണം? ചിലര് സമാധിയാവും, ചിലര് നാട് നീങ്ങും, ചിലര് ഇഹലോകവാസം വെടിയും, ചിലര് അന്ത്യശ്വാസം വലിക്കും, ചിലത് ചത്തുപോകും, ചിലര് മരിച്ചു പോകും. അപ്പം അതിലേത് കാറ്റഗറിയിലാണ് നമ്മൾ പെടുന്നതെന്ന് അവനവൻ കണ്ണാടിയിൽ നോക്കി ചോദിക്കാം. ഏതായാലും ആ മരണത്തിൻ്റെ അവസാന നാളുകളിലും നമുക്ക് ആശ്രയം വേണം, മറ്റൊരു ജന്തുവിനും വേണ്ട. അതുകൊണ്ട് മനുഷ്യൻ ജനന സമയത്തും മരണസമയത്തും അതിനിടയ്ക്കുള്ള കാലഘട്ടത്തിലുമെല്ലാം ആശ്രയം വേണ്ടവനായതുകൊണ്ട് അവനവന് മാത്രം അവനവൻ്റെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഒരസാധാരണമായ പ്രകൃതി ശക്തിയെ മനസ്സിൽ ധ്യാനിച്ച് ഈശ്വരൻ, ദൈവം എന്ന് പേര് കൊടുത്തു. സെമറ്റിക് മതങ്ങള്, ക്രിസ്ത്യാനിയും മുസ്ലിമും പറഞ്ഞു, ജൂതന്മാരെ പോലെ ആകാശത്തിലൊരു ദൈവമുണ്ട്, അങ്ങേര് നമ്മളെ നിയന്ത്രിക്കും, നമ്മളോട് പറയും നീ പാലക്കാട് നിന്ന് എറണാകുളത്തേക്ക് പോവുക. നമ്മൾ എറണാകുളത്തേക്ക് പോകും. എറണാകുളത്തെത്തുമ്പോൾ അവിടെ നിന്ന് അള്ളാഹുവും യഹോവയും പറയും നീ കോട്ടയത്തേക്ക് പോവുക. കയ്യോടെ കോട്ടയത്തേക്ക് മുകളിൽ നിന്ന് പറയുന്ന ദൈവം കേട്ടു പോകും. അത് കഴിഞ്ഞ് അദ്ദേഹം പറയും നീ ഇസ്രായേലിൽ നിന്ന് ഈജിപ്തിലേക്ക് പോവുക. കെട്ടും പറക്കി ഇസ്രായേലിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകും. ഇവിടത്തെ ഒരു ദൈവമുണ്ട്, അത് വ്യത്യാസമുള്ള ദൈവമാണ്. അത് മുകളിൽ കസേരയിട്ടിരിക്കുന്ന ദൈവമല്ല. അങ്ങനെ എങ്ങാനും മുകളിൽ ഇരുന്നിരുന്നു എങ്കിൽ ഈ അമേരിക്കയുടെയും റഷ്യയുടെയും റോക്കറ്റ് പോകുന്ന സമയത്ത് താഴത്തേക്ക് വരുമായിരുന്നു ആള്. അത് താഴത്തേക്ക് വന്നിട്ടില്ല. അപ്പൊ ഈശ്വരൻ എവിടെ ഇരിക്കുന്നു? ഈശാവാസ്യമിദം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്. ഈ ലോകമായ ലോകത്തിലെല്ലാം ഈശ്വരൻ വസിക്കുന്നു. ഇറ്റ് ഈസ് പ്രസന്റ് വിത്തിൻ യു. അത് ഭാരതീയർ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഈശ്വരൻ നിന്റെ പുറത്തല്ല, ഈശ്വരൻ നിന്റെ അകത്താണ്. സർവചരാചരങ്ങൾക്കും അകത്താണ്. അതെന്നിലുണ്ട്. അതുകൊണ്ട് അഹം ബ്രഹ്മാസ്മി. അത് നിന്നിലുണ്ട്. തത്വമസി. സർവചരാചരങ്ങളിലും ജീവാത്മാവിൻ്റെ രൂപത്തിലുണ്ട്. അയമാത്മാ ബ്രഹ്മ. അതുകൊണ്ട് ഈ ജീവജാലങ്ങൾക്ക് എപ്രകാരമാണ് കർമ്മനിരതരാകേണ്ടത് എന്നറിയാം. ഇൻഹറന്റ്, ഇൻട്രിൻസിക്, സെൽഫ് ഗൈഡിങ്, സെൽഫ് മോട്ടിവേറ്റിംഗ്
self-energizing awareness and consciousness ഉണ്ട്. ഒന്നുകൂടി ഇംഗ്ലീഷിൽ തന്നെ പറയാം. മലയാളികൾക്ക് മലയാളത്തെക്കാൾ എളുപ്പം മനസ്സിലാക്കാൻ ഇംഗ്ലീഷാ. ഇൻട്രിൻസിക്, ഇൻഹറന്റ്, സെൽഫ് ഗൈഡിങ്, സെൽഫ് മോട്ടിവേറ്റിംഗ്, സെൽഫ് എനർജൈസിംഗ് awareness and consciousness present in every living and non-living system. The Hindus call it as Brahman. സർവചരാചരങ്ങൾക്കുമകത്ത് സ്വതസിദ്ധമായി പ്രകൃത്യാലുള്ള സ്വയം ദിശാബോധം നൽകുന്ന ഒരു ശക്തി അതിനകത്തുണ്ട്. ആ ശക്തിയെ പ്രജ്ഞാനം, സ്വബോധം എന്ന് പറയാം. അവയർനെസ് ആൻഡ് കോൺഷ്യസ്നസ്. ലളിതാ സഹസ്രനാമത്തിൽ എന്താ പറയാ? പ്രജ്ഞാനഘനരൂപിണ്യൈ നമഃ. അത് പറയുമ്പോൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. പ്രജ്ഞാന ഘനരൂപിണ്യൈ നമഃ. പ്രജ്ഞാനം ബ്രഹ്മ. സർവചരാചരങ്ങൾക്കുമകത്ത് ഒരു ശക്തിയുണ്ട്. എന്നാലോചിച്ച് നോക്കുക. കൂഴച്ചക്ക ഉണ്ടാക്കുന്ന പ്ലാവിൻ്റെ ചുവട്ടിച്ചെന്ന് പ്ലാവിനോട് ചോദിക്കുക, നീ എന്തിനാ കൂഴച്ചക്ക ഉണ്ടാക്കുന്നത്? അപ്പൊ പ്ലാവ് പറയും, എന്നോട് കൂഴച്ചക്ക ഉണ്ടാക്കാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയും, എൻ്റെ പേര് ലക്ഷ്മിക്കുട്ടി അമ്മ എന്നാണ്. ദിവസവും ലളിതാ സഹസ്രനാമം വായിക്കാറുണ്ട്. ഇനി മുതൽക്ക് നിനക്ക് വരിക്കച്ചക്ക ഉണ്ടാക്കിക്കൂടെ? അപ്പം കൂഴച്ചക്ക ഉണ്ടാക്കുന്ന പ്ലാവ് പറയും, നിങ്ങളുടെ ലളിതാ സഹസ്രനാമവും എൻ്റെ ചക്കയും തമ്മിൽ ഒരു ബന്ധമില്ല. വേണമെങ്കിൽ തിന്നാ, വേണ്ടെങ്കിൽ വേണ്ട. അതിനോട് പറഞ്ഞിരിക്കുന്നത് കൂഴച്ചക്ക ഉണ്ടാക്കാനാ. അതനുസരിച്ച് കാലാകാലം കൂഴച്ചക്ക ഉണ്ടാവും. നിങ്ങൾ സ്വീകരിച്ചാലും വിരോധമില്ല, സ്വീകരിച്ചില്ലേലും വിരോധമില്ല. അതാണ് അതിനകത്തുള്ള പ്രജ്ഞാനം. പ്രകർഷേണ യജ്ഞാനം വർത്തതേ തദേവ പ്രജ്ഞാനം. ചൈതന്യവത്തായി ഏത് അറിവാണോ സർവചരാചരങ്ങളിലുമുള്ളത് അതാണ് പ്രജ്ഞാനം. അത്യന്താധുനിക ബയോകെമിസ്ട്രി അതിനകത്തുണ്ട്. പ്രജ്ഞാനം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം സാമ്പാറും ഓലനും എലിശ്ശേരിയും പുളിശ്ശേരിയും തലശ്ശേരിയും കൊലശ്ശേരിയും ചേർത്ത് ഉണ്ടയാക്കിയിട്ട് നമ്മൾ കഴിക്കാറില്ലേ? ആ കഴിക്കുന്ന സമയത്ത് ഇതിനകത്തൊരടപ്പുണ്ട്. ഒരടപ്പ്. ആ അടപ്പ് അടച്ചാലേ ഈ ചോറ് ഇപ്പുറത്ത് കൂടെ പോവുള്ളൂ. അത് തുറന്നിട്ടുണ്ടെങ്കിൽ ചോറ് നേരെ ശ്വാസകോശത്തിലേക്ക് പോകും. കൃഷ്ണ രാമ ഗോവിന്ദ. ഈ അടപ്പ് അടയ്ക്കുന്നത് ആരാ? നിങ്ങൾ അടയ്ക്കുന്നത്? നിങ്ങൾ ആരുമല്ല അടയ്ക്കുന്നത്. ആ അടപ്പിനറിയാം എപ്പോൾ അടയ്ക്കണം, എപ്പോൾ തുറക്കണം. അതാണ് ഇൻട്രിൻസിക്, ഇൻഹറന്റ്, സെൽഫ് ഗൈഡിങ്, സെൽഫ് മോട്ടിവേറ്റിംഗ്, സെൽഫ് എനർജൈസിങ് അവയർനെസ് ആൻഡ് കോൺഷ്യസ്നസ്. ഒറ്റ വരി. നിങ്ങൾക്കറിയായില്ലേ, ഈ കണ്ണിൻ്റെ മുമ്പിൽ കൂടെ കടുക് സാമ്പാറിന് വറക്കുമ്പോഴത്തേക്കും ഒരു കടുക് തെറിച്ച് ഇങ്ങനെ വന്ന് കണ്ണിൻ്റെ നേർക്ക് വന്നാൽ ഈ കണ്ണ് രണ്ടും ഓട്ടോമാറ്റിക്കലി അടയ്ക്കും. നിങ്ങൾ LDF ആണെങ്കിലും UDF ആണെങ്കിലും MDF ആണെങ്കിലും അടയ്ക്കും. ഇതടയ്ക്കാതിരിക്കില്ല. കണ്ണിൻ്റെ ഇതിനറിയാം വരുന്ന സാധനം അകത്ത് കയറരുത്. അപ്പോൾ അതങ്ങനെ പ്രവർത്തിക്കും. എന്തൊരത്ഭുതമില്ലേ? നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, ഈ പല്ലൊന്ന് നോക്കുക, 32 പല്ല്. മുമ്പിലത്തെ പല്ല് ഇങ്ങനെ അല്പം ഇപ്പുറത്തേക്ക് മാറിയാൽ പട്ടിയുടെ പല്ല് മാതിരി, കുറച്ചും കൂടി മാറിയാൽ അമ്മിക്കല്ല് മാതിരി, ഇപ്പുറത്തേക്ക് കയറിയാൽ ആട്ടുകല്ല് മാതിരി. ഓരോ പല്ലും ഏത് ഷേപ്പ് വരണമെന്ന് തീരുമാനിച്ചത് ആരാ? നിങ്ങളാ തീരുമാനിച്ചേ? ആയിരിക്കാൻ സാധ്യതയില്ല. ആണെങ്കിൽ ഈ പല്ലൊന്നും ഇതുമാതിരി ഉണ്ടാവില്ല, ഏറെ ഏതെങ്കിലും പോലെ ആയിരിക്കും. അപ്പോൾ
ഈ പല്ല് എങ്ങനെ ഉണ്ടാകണം, ഈ മൂക്ക് ഇങ്ങനെ തന്നെ വേണം, ഇത് തിരിച്ചാവരുത്. കർക്കിടക മാസത്തിലെ മഴ പെയ്യുമ്പോൾ കയ്യിൽ കുടയില്ല, റോഡിൻ്റെ ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് കിടക്കണം, മൂക്ക് തിരിച്ചുമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇല്ലേ? എത്ര സെൻറ്റിമീറ്റർ മഴ പെയ്തു എന്ന് വായിൽ കൂടെ അളക്കാൻ സാധിക്കും. കാരണം എല്ലാം ഇതിൽ കൂടെ തന്നെ അകത്തേക്ക് പോകും. ഈ സൃഷ്ടിച്ചൊരു ശക്തിക്ക് ഭാരതീയർ പേര് കൊടുത്തു ഈശ്വരൻ. സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് എങ്ങനെയാണ് ജനിക്കേണ്ടത്, എങ്ങനെയാണ് ഭൂമിയിൽ നിലനിൽക്കേണ്ടത്, എങ്ങനെയാണ് മരണം വരെ നിലനിൽക്കേണ്ടത് എന്നുള്ള സൃഷ്ടിസ്ഥിതി സംഹാര രൂപിണ്യൈ നമഃ. അർത്ഥം മനസ്സിലായല്ലോ? സൃഷ്ടി എങ്ങനെ വേണം, സ്ഥിതി എങ്ങനെ വേണം, സംഹാരം എങ്ങനെ വേണമെന്ന് കൃത്യമായിട്ട് തീരുമാനിച്ചൊരു ശക്തിയുണ്ട്. ആ ശക്തിയെ ഭാരതീയര് ഈശ്വരൻ എന്ന് പറഞ്ഞു. സർവ്വതിനും ഈ ചൈതന്യം ബാധകമാണ്. അതല്ലായിരുന്നു എങ്കിൽ ഒരിക്കലും ഈ ഭൂമി ഈ താളത്തിൽ നിൽക്കില്ല. പകല് വിടരുന്ന സകല പുഷ്പങ്ങൾക്കും വെളുത്തതല്ലാത്ത നിറം വരണം. രാത്രി വിടരുന്ന സർവ പുഷ്പങ്ങൾക്കും വെളുത്ത നിറമേ വരാവൂ. ആര് തീരുമാനിച്ചു? എങ്ങനെ അത് സംഭവിച്ചു? രാത്രി വിടരുന്ന പുഷ്പങ്ങൾക്ക് വെളുപ്പേ വരാവൂ. രാത്രി വിടരുന്ന എല്ലാ പുഷ്പങ്ങൾക്കും സുഗന്ധമുണ്ടായിരിക്കണം. പകല് വിടരുന്ന പുഷ്പങ്ങൾക്ക് സുഗന്ധമുണ്ടെങ്കിലും വിരോധമില്ല, ഇല്ലെങ്കിലും വിരോധമില്ല. ആരാ തീരുമാനിച്ചത്? അത്ഭുതകരമായൊരു കോയിൻസിഡൻസ് ഇതിനകത്തുണ്ട്. ഓരോന്നിനും നിങ്ങൾ ചേന വേവിക്കാതെ തിന്നരുത്, അതുകൊണ്ട് അതിന് ചൊറിച്ചിലുണ്ടാക്കി. അപ്പൊ ചൊറിച്ചിലുണ്ടാക്കിയിരുന്നില്ലെങ്കിൽ ചേനയുടെ തൊലി കളഞ്ഞ് അതേപോലെ വായിലിടുമായിരുന്നു, അപ്പ തീരുമായിരുന്നു. അതുകൊണ്ട് ചൊറിച്ചിലുണ്ടാക്കി നിങ്ങളെ കൊണ്ട് വേവിപ്പിച്ച് അത് തിന്നണമെങ്കിൽ തിന്നാൻ പറഞ്ഞു. അതേ സമയത്ത് മധുരക്കിഴങ്ങിനും മരച്ചീനിക്കും നിങ്ങൾ അതേപോലെ തിന്നാലും സ്വാഭാവികമായ രീതിയിൽ നിങ്ങൾ ചത്തുപോവില്ല. അതുകൊണ്ട് ചൊറിച്ചിലുണ്ടാക്കിയില്ല അതിൽ. അപ്പോൾ മരച്ചീനിക്ക് ചൊറിച്ചിൽ വേണ്ടെന്ന് തീരുമാനിച്ചു, ചേമ്പിന് ചൊറിച്ചിൽ വേണമെന്ന് തീരുമാനിച്ചു. ആരാ തീരുമാനിച്ചത്? VS അച്യുതാനന്ദന? ആയിരിക്കാൻ സാധ്യതയില്ല. ഞാൻ 4 ഉദാഹരണം നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. മനസ്സിലാക്കാൻ വേണ്ടി സർവചരാചരങ്ങളിൽ പുഷ്പങ്ങൾ എങ്ങനെ വേണം, വെജിറ്റബിൾ എങ്ങനെ വേണം, മൃഗങ്ങൾ എങ്ങനെ വേണം, മനുഷ്യൻ എങ്ങനെ വേണം എന്ന് തീരുമാനിച്ച ഒരസാധാരണ ശക്തി ഈ പ്രപഞ്ചത്തിലുള്ളത്. അതിനെ ഭാരതീയൻ ബ്രഹ്മചൈതന്യത്തിൻ്റെ ആധാരഭൂതമായ ശക്തി എന്ന് പറഞ്ഞു. ബ്രഹ്മാത്മൈക്യസ്വരൂപിണ്യൈ നമഃ, ബ്രഹ്മാനന്ദായൈ നമഃ. ഇതെല്ലാം ബ്രഹ്മം ചേർത്ത് ലളിതാ സഹസ്രനാമത്തിൽ എന്തെല്ലാം വാക്കുകൾ വരുന്നു അത് മുഴുവനും ഈ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ പേരാണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തിനെ നിഷ്കളായൈ നമഃ, നിർവികൽപായൈ നമഃ, നിരാകാരായൈ നമഃ, നിഷ്കളങ്കായൈ നമഃ, നിരാശ്രയായൈ നമഃ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് ഇന്ന് വരെ കേട്ടതായിട്ട് നിങ്ങളുടെ മുഖത്ത് ഒരു ലക്ഷണവും ഇല്ല. സാരമില്ല, ഇതെല്ലാം ലളിതാ സഹസ്രനാമത്തിലെ വരികളാണ്. ഈ കൺസോളിഡേറ്റഡ് ഫോം ഓഫ് പ്യുവർ ബ്രഹ്മചൈതന്യത്തിനൊന്നുമില്ല, ആകാരമില്ല, ആശ്രയമില്ല, കളങ്കമില്ല, ഉപമിക്കാനൊന്നുമില്ല. നിർവികൽപായൈ നമഃ, വികൽപ്പമില്ല. കൺസോളിഡേറ്റഡ് ഫോം ഓഫ് അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്. വീണ്ടും ഞാൻ ഒരു വരി 3ാമത്തെ പ്രാവശ്യം പറയുന്നു. അൾട്രാ മോഡേൺ ഫിസിക്സ്. 2ാമത്തെ പോയിന്റിലേക്ക് ഞാൻ കടക്കുകയാണ്. എന്താ കാരണം? എൻ്റെ ഇടത് സൈഡിൽ ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ട്. 2ാമത്തെ പോയിന്റ്
ഈശ്വര രൂപം. എങ്ങനെ നമുക്ക് ഇത്രയും ഈശ്വര രൂപം കിട്ടി?